പറയുന്നത് ലോകത്തിലെ യുവാക്കളുടെ നാടാണ് ഇന്ത്യ. 35 വയസ്സ് അതിന് താഴെയുള്ള ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നാടായിട്ടുള്ള രാജ്യമായിട്ടുള്ള രാഷ്ട്രമായിട്ടുള്ള ഭാരതത്തിൽ കല്ലറക്കൽ ഫൗണ്ടേഷന്റെ ലഹരിമുക്ത ബാല്യം ലഹരിമുക്ത ഭാരതം കളിക്കളമാണ് ലഹരി എന്ന സന്ദേശവുമായുള്ള വേൾഡ് കപ്പ് കൗണ്ട് ഡൗൺ ഷോ ഇന്ന് തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ്. വെസ്റ്റേൺ കളിക്കാരാണ്. തൃശ്ശൂർ ടൗണിൽ നിന്നുള്ള കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നിരന്തരം കളിച്ചുകൊണ്ടിരിക്കുന്ന ഇവർ ഓരോരുത്തരും വേൾഡ് കപ്പ് എന്ന് കേൾക്കുമ്പോൾ എക്സൈറ്റഡ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. ഹലോ തൃശ്ശൂർ, ഓൾ ആർ എക്സൈറ്റഡ്. നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ. ഞാൻ FC വെറ്ററൻസ് FCയുടെ പ്രസിഡൻ്റാണ്. വളരെ വളരെ ഉദാത്തമായ ഒരു സങ്കല്പവുമായിട്ടാണ് ഇന്ന് നമ്മൾ ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും കേരളം നേരിടുന്ന, ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തമാണ് ഈ ലഹരി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ലോകത്തിലെ യുവാക്കളുടെ നാടാണ് ഇന്ത്യ. 35 വയസ്സ് അതിന് താഴെയുള്ള ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നാടായിട്ടുള്ള രാജ്യമായിട്ടുള്ള രാഷ്ട്രമായിട്ടുള്ള ഭാരതത്തിൽ നമ്മൾ ഈ ലഹരിയിൽ നാം അടിമപ്പെടുന്നത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ ബ്രെയിൻ ഡ്രെയിൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കേരളത്തിൽ ഉള്ള കുട്ടികൾ ലഹരി അടിമപ്പെട്ട സങ്കടം. പലപ്പോഴും പല വീടുകളിലും ചെല്ലുമ്പോൾ അച്ഛനും അമ്മയും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുട്ടികളെ നോക്കി വളർത്തി കൊണ്ടുവന്ന് അവർക്ക് നല്ലൊരു പ്രായമാകുമ്പോൾ ഒരു ലഹരി, ആ ലഹരിയിൽപ്പെട്ട് അടിമപ്പെട്ട് അവരുടെ ജീവിതമില്ലാതാവുന്ന ഈ കൊടും ദുരന്തത്തിനെതിരായിട്ടുള്ള ഈ പ്രയാണം അത് ഏറ്റവും അനുകൂലമായ, ഉദാത്തമായ, പ്രകീർത്തിക്കപ്പെടേണ്ട, ഏറ്റവും കൂടുതൽ ആശ്ലേഷിക്കപ്പെടേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അതിൻ്റെ ഭാഗമാക്കാവാൻ എനിക്ക് അവസരം കിട്ടിയതിൽ വെറ്ററൻസ് ക്ലബ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഈ FC വെറ്ററൻസ് തൃശ്ശൂർ പാലസിന് എല്ലാ അർത്ഥതലങ്ങളിലും ഞങ്ങളെയും കൂടി ഭാഗമാക്കിയതിന് ഞങ്ങൾ ഏറെ ചാരിതാർത്ഥ ജനകത്തോടുകൂടി നിങ്ങളെ സമീപിക്കുന്നു, ജനങ്ങളെ സമീപിക്കുന്നു. ജനങ്ങളോട് ഈ കാര്യം പറയാൻ ഒരവസരം കിട്ടിയതിൽ ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. പേര് സന്തോഷ് PA. ഞാൻ സന്തോഷ് ട്രോഫി പ്ലെയറും ഫോർമർ കേരള പോലീസ് ഫുട്ബോൾ ടീമിൻ്റെ പ്ലെയറും കൂടിയാണ്. നല്ല രീതിയിൽ ഞാൻ ഇവിടെ 45 വർഷമായിട്ട് ഇവിടെ പ്രാക്ടീസ് ചെയ്യാണ് തൃശ്ശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ. എനിക്ക് 64 വയസ്സായി. അതുപോലെ എൻ്റെ കൂടെ കളിക്കുന്നവർ പലരും പല രീതിയിൽ പല മേഖലകളിൽ ജോലി ചെയ്തവരും അതുമാതിരി റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോൾ നിലവിൽ ബിസിനസ് നടത്തുന്ന ആൾക്കാരുണ്ട്. എല്ലാവരും ഞങ്ങൾ തമ്മിൽ നല്ലൊരു സൗഹാർദ്ദത്തിലാണ് ടീം പോകുന്നത്. 5 വർഷമായി ഞങ്ങളുടെ ഈ ക്ലബ്ബ് രൂപീകരിച്ചിട്ട് ഞങ്ങളുടെ പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ എല്ലാവരും വരും. ഇവിടെ സ്ഥിരം മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഞങ്ങളുടെ ക്ലബ്ബിലെ എല്ലാ മെമ്പേഴ്സിലും 20 പേരെങ്കിലും ഈ ഗ്രൗണ്ടിലുണ്ടാവും. അത് കാരണം എല്ലാവർക്കും ഫുട്ബോൾ ഒരു ലഹരിയാണ്. എനിക്കും അതുപോലെ ലഹരിയാണ്. ഞാൻ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അത് ഗ്രൗണ്ടിൽ കിടന്ന് മരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ കളി തുടങ്ങി അന്ന് മുതലേ ഒരു 14 വയസ്സ് മുതൽ ഞാൻ ഫുട്ബോൾ കളിക്കാൻ തുടങ്ങി. ഞാൻ നാഷണൽ ഹോക്കി പ്ലെയർ കൂടിയാണ്. 3 കൊല്ലം കേരളത്തിന് വേണ്ടി കളിച്ചിട്ടുള്ള ഒരാളാണ്. അതിന് ശേഷമാണ് ഞാൻ ഫുട്ബോളിലേക്ക് മാറിയത്. ഫുട്ബോൾ കളിച്ചിട്ട് നമുക്കിവിടെ ഗുണമുള്ളൂ. ഇവിടെ കേരളത്തിൽ ഗുണമുണ്ടാകുമെങ്കിൽ ഫുട്ബോൾ തന്നെ കളിക്കാം. അപ്പോൾ അതുകൊണ്ട് ഫുട്ബോൾ കളിക്കാൻ എല്ലാവരും തയ്യാറാവണം. എല്ലാവരെയും ഫുട്ബോൾ കളിച്ചാൽ മാത്രമേ എനിക്ക് എൻ്റെ ചെറുപ്പകാലത്തെന്ന് പറഞ്ഞെങ്കിൽ ഫുട്ബോൾ തന്നെ എൻ്റെ ഒരു ലഹരിയാണ്. ഞാൻ വേറെ ഒന്നിലേക്കും പോകില്ല. കാലത്ത് എൻ്റെ വഴിക്ക് ഫുട്ബോൾ കളിക്കാൻ ഗ്രൗണ്ടിൽ പോകണം, കളിക്കും. അത് കഴിഞ്ഞ് വന്ന് നേരെ പഠിക്കാൻ പോകും, വന്ന് ഉച്ചയ്ക്ക് കളിക്കും ഗ്രൗണ്ടിൽ. അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം പഠിപ്പ് സ്കൂളിൽ വന്ന് വൈകുന്നേരം പോയി കളിക്കും. അതൊക്കെ പാടത്തും മറ്റേ ഗ്രൗണ്ടിലൊക്കെയാണ്. കളിക്കാനുള്ള ഗ്രൗണ്ടിലൊന്നും ഒന്നും ഇല്ല, പാടങ്ങളൊക്കെയാണ്. അപ്പോൾ അത് എല്ലാവരും നല്ല രീതിയിലാണ്, എല്ലാവരും നല്ല സൗകര്യം. ഞങ്ങളുടെ കുടുംബം പോലെയാണ് പോകുന്നത്. ആർക്ക് എന്ത് വന്നാലും എല്ലാവരും ഒന്നിച്ച് അവിടെ ചെല്ലും, എല്ലാ കാര്യങ്ങളും ചെയ്യും. നമ്മുടെ ഈ യാത്രയുടെ ഒരു സന്ദേശമുണ്ട്, ലഹരിമുക്ത ബാല്യം ലഹരിമുക്ത ഭാരതം കളിക്കളമാണ് ലഹരി. ആ ഒരു ഇതിനെപ്പറ്റി 2 വാക്കോട് പറയാമെങ്കിൽ.
കളിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കളി മാത്രം അതുപോലെ എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാരെല്ലാവരും ഫുട്ബോളിന് കളിച്ചത്. ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ കളിക്കാനല്ല, അവരെല്ലാം മദ്യത്തിന് മറ്റ് മയക്കുമരുന്ന് പിന്നാലെ പോവുകയാണ്. ഞാനൊക്കെ ഇപ്പോഴും മദ്യവും പോകവഴി ഒന്നും ഇല്ലാതെ പോകുന്ന ഒരാളാണ്. അത് കാരണം 64 വയസ്സായിട്ട് എനിക്കിപ്പോൾ ഗ്രൗണ്ടിൽ കളിക്കാൻ പറ്റും. അപ്പോൾ അത് എല്ലാവരും സഹകരിച്ചാൽ നല്ല കാര്യം. കുട്ടികൾക്ക് പറയാനുള്ളത് മദ്യം എന്നുള്ളത് ഒഴിവാക്കുക. നമ്മുടെ ഗ്രൗണ്ടിൽ വരിക, കാലത്ത് എൻ്റെ കളിക്കാനുള്ള സംവിധാനം അതിനുള്ള മനസ്ഥിതി എല്ലാവർക്കും ഉണ്ടാവണം. ഓക്കെ. കേരളത്തിന് വേണ്ടി കളിച്ചിട്ടുള്ളതാണ്. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് വേൾഡ് കപ്പിൻ്റെ ഫസ്റ്റ് മെക്സിക്കൻ വേൾഡ് കപ്പാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. അതിന് മുമ്പ് നടന്നതൊക്കെ ബ്രസീലിലും അവിടേക്കാണ് നടന്നിരിക്കുന്നത്. ആ സമയത്ത് കണ്ടതിന് ശേഷം അന്നത്തെ കളിക്കാരെ വെച്ച് അന്ന് ഇന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട താരമായിട്ട് കണ്ടത് റൊണാൾഡോയാണ്. റൊണാൾഡോ കവിഞ്ഞൊരു പ്ലെയർ ഈ ലോകത്തുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. അതിന് മുമ്പ് പെലെ ഒരു പ്ലെയർ ഉണ്ടായിരുന്നു. ആളും വേൾഡ് കപ്പിൽ അന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കളിക്കാരനായിരുന്നു. ഇന്നിപ്പോൾ വേൾഡ് കപ്പിനെ കുറിച്ച് പറയാൻ ഈ പ്രാവശ്യം 48 ടീമാണ് വേൾഡ് കപ്പിന് ഉള്ളത്. അപ്പോൾ ഇന്ന് ഇപ്പോൾ മെക്സിക്കോ ആൻഡ് അമേരിക്ക ആൻഡ് കാനഡ 3 സ്ഥലത്തായിട്ടാണ് നടക്കുന്നത്. ഇപ്രാവശ്യം വേൾഡ് കപ്പിന് ജയിക്കാൻ സാധ്യതയുള്ള ടീം ഒന്ന് പറയുകയാണെങ്കിൽ ഒന്ന് പോർച്ചുഗലിനെ പറയാം, രണ്ടാമത് ബ്രസീല്, മൂന്നാമത് അർജന്റീന. ടീമിനാണ് സാധ്യതയുള്ളത്. ഇതാണ് എന്റെ കാൽക്കുലേഷൻ. ഓക്കെ, റെഡി, താങ്ക് യു. അടുത്ത സിമ്പിൾ ആയ ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്രാവശ്യം അർജന്റീന കപ്പടിക്കോ? പോർച്ചുഗൽ അല്ലല്ല, വെയിറ്റ്, സ്പെയിൻ കപ്പടിക്കോ? പോർച്ചുഗൽ, ഫ്രാൻസ് അടിക്കൂല, ബ്രസീൽ, ജർമ്മനി. ഇതേക്ക് ഞാനിപ്പോ കേരളത്തില് ഇതൊരു 50-ൽ കൂടുതൽ എപ്പിസോഡായി. ഇന്ത്യ അടുത്തൊരു 15 വർഷത്തിൽ ഇന്ത്യ വേൾഡ് കപ്പ് ക്വാളിഫൈ ചെയ്തിരിക്കും. അതാണ് നമ്മുടെ സ്വപ്നം. ഒരു കാര്യം, ഇന്ത്യയുടെ സ്വപ്നം നമ്മള് റോക്കറ്റ് ഉണ്ടാക്കലല്ല, നമ്മള് മറ്റു രാജ്യങ്ങളെ വെട്ടിപ്പിടിക്കലല്ല, ലോകകപ്പിൽ ഒന്ന് കളിക്കും. അതാണ്. ഓക്കെ. ഉണ്ണികൃഷ്ണൻ 63 വയസ്സായി, 36 വർഷം. വയസ്സിന് പ്രത്യേക മാർക്കൊന്നുമില്ല, കുഴപ്പമില്ല. ഇന്ത്യൻ റെയിൽവേയിൽ സേവനാനുഷ്ഠിച്ചിട്ട് റിട്ടയർഡ് ആയിട്ട് ഞാൻ ഈ ഫുട്ബോളിന്റെ പാഠം ഇവിടെ നിന്നാണ് പഠിക്കുന്നത്. ഇപ്പോഴും ഞാൻ ഫുട്ബോൾ സ്നേഹിക്കുന്നു, ഇപ്പോൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഈ അവസരത്തിൽ ഒരു കാര്യം മാത്രമേ ഓർമ്മിക്കാനുള്ളൂ. ഒന്ന്, എനിക്ക് ഫുട്ബോളിന്റെ ബാലപാഠം പഠിപ്പിച്ച 2 മഹാവ്യക്തികളുണ്ട്. ഒരാൾ മൺമറഞ്ഞു പോയി, ചാത്തുണ്ണി ചാരത്തുണ്ണി. മറ്റൊരാൾ ഇന്റർനാഷണൽ ഗോൾ കീപ്പറായിരുന്ന വിക്ടർ മഞ്ഞിര. ആള് തൃശ്ശൂർ ജീവിച്ചിട്ടുണ്ട്. കേരള കോളേജിൽ പഠിക്കുന്ന കാലത്താണ് എനിക്ക് ഫുട്ബോളിന്റെ ബാലപാഠം പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടായത്. ആ ക്ലബിനെ ഒന്ന് ചേറിയതേ. റെഡി, 1 2 3. അപ്പൊ വെറ്ററൻസ് എഫ് സി പാലസ് തൃശ്ശൂർ ഇവിടെ അടുത്തൊരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലൊരു എപ്പിസോഡ് നിങ്ങളുടെ ക്ലബിൽ, അക്കാഡമിയിൽ, സ്കൂളിൽ, കോളേജിൽ ഷൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. അടുത്തൊരു എപ്പിസോഡുമായി എത്തും വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.